വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പായി തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. ഇതിലൊരൊറ്റ കുഴപ്പമേ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അത് വേറൊന്നുമല്ല, ഇത് കേരളത്തിന് ആദ്യമേ നടപ്പാക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഇത്തരം സാമൂഹ്യ സുരക്ഷാ വിഷയങ്ങളിലെല്ലാം, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ വിഷയങ്ങളിലെല്ലാം ഒരു പടി മുന്നിൽ നിന്നാണ് എപ്പോഴും കേരളം പ്രതികരിക്കാറ്. പക്ഷേ ഇക്കാര്യത്തിൽ ആദ്യം ഇത് മാതൃകാപരമായി നടപ്പാക്കിയത് ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി സർക്കാരായിരുന്നു. ആദ്യം ഡൽഹിയിൽ ഇത് നടപ്പാക്കുന്നു, ഡൽഹിക്ക് ശേഷം പിന്നെ പഞ്ചാബിൽ നടപ്പാക്കുന്നു, തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നു. ഇത് മാതൃകയാക്കിക്കൊണ്ട് DMK സർക്കാർ തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നു. അങ്ങനെ ആം ആദ്മി പാർട്ടി രണ്ടിടത്തും DMK ഒരിടത്തും നടപ്പാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ സാധ്യത കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നത്, കോൺഗ്രസ് സർക്കാരുകൾ തിരിച്ചറിയുന്നത്. അതിനുശേഷം തെലങ്കാനയിൽ ഇത് നടപ്പാക്കുന്നു, കർണാടകത്തിൽ നടപ്പാക്കുന്നു. ഇപ്പോൾ എന്താണ് BJP ഇതൊരു മാതൃകയായി കണ്ടിട്ടുണ്ട്. ഇതൊരു മാതൃകാപരമായ നടപടിയാണ് എന്ന് കണ്ടുകൊണ്ട് BJPയും അതിപ്പോൾ പശ്ചിമ ബംഗാളിൽ ആ നിലയ്ക്കുള്ള ആലോചനയിലേക്ക് അവരും പോകുന്നു എന്ന് പറയുന്നു. ഈ കേരളത്തിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സർക്കാരിൻ്റെ തീരുമാനങ്ങളിലൊന്ന് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു. ആ വാഗ്ദാനം ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഇതിൽ അഭിനന്ദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ സനീഷ്? അതായത് ഒരു വാഗ്ദാനം നൽകിയതിന് ശേഷം അത് വേണമെങ്കിൽ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഞങ്ങളിത് നടപ്പാക്കി എന്ന് പ്രഖ്യാപിച്ചിട്ട് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം. അതിന് പകരം ഘട്ടം ഘട്ടമായി അത് ഓരോന്നും നടപ്പാക്കുന്നുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ അധികം വൈകാതെ തന്നെ, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം 15-ാം തീയതിയൊക്കെ ആൾക്കാർ സമരത്തിനിറങ്ങിയിരുന്നു, ഇതുവരെ നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അവർക്കൊക്കെ ഇപ്പോൾ ഒന്നും പറയാനില്ല. കാരണം അടുത്ത ഇത് ഒരു മാസത്തെ കാര്യങ്ങളിലേ വൈകിട്ടുള്ളൂ. അതിനുശേഷം കാര്യം നടപ്പായി എന്നത് തന്നെയാണല്ലോ യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, ഇത് ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് കാരണം നമുക്ക് മുന്നിൽ കണക്കുകൾ തന്നെയുണ്ട് എന്നുള്ളതാണ്. അതായത് ഡൽഹിയിൽ ഇത് നടപ്പാക്കിയതിന് ശേഷം വനിതാ യാത്രക്കാരുടെ, അതായത് സ്ത്രീകളുടെ മൊബിലിറ്റി വർധന തന്നെ മൊത്തത്തിൽ വർദ്ധിച്ചു. അത് 33-ൽ നിന്ന് 44% വർദ്ധിച്ചു. അത് ചെറിയ കണക്കല്ലല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് 40% നിന്ന് 61% സ്ത്രീകളുടെ മൊബിലിറ്റി വർദ്ധിച്ചു. കർണാടകത്തിലും ഇതിന് സമാനമായി തന്നെ, കൃത്യം കണക്കെൻ്റെ കയ്യിലില്ല, പക്ഷേ ഇതിന് സമാനമായി തന്നെയുള്ള ഒരു വർധനയുണ്ടായി. അതാണ് ഒന്നാമത്തെ. ഇത് ആളുകൾക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാകും എന്ന് പറയുന്നതിനേക്കാൾ സ്ത്രീകളുടെ മൊബിലിറ്റി വർദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തോന്നുന്നത്. അവരുടെ സാന്നിധ്യം പൊതു ഇടങ്ങളിൽ വർദ്ധിച്ചു എന്നുള്ളത്, കൂടുതൽ ആത്മവിശ്വാസത്തോടെ പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, ഇതൊന്നും ചെറിയ കാര്യമല്ല. മറ്റൊന്ന്, സാമ്പത്തികമായി ഇവർക്കുണ്ടാകുന്ന നേട്ടം എന്നുള്ളതാണ്. ഒരു ശരാശരി ഒരു 800 രൂപയ്ക്കടുത്ത് ഒരാൾക്ക് ഒരു മാസം അധികം ലാഭിക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും 2 ദിവസത്തെ ശമ്പളമായിരിക്കും അത്. ഈ 800-ൽ ഒതുക്കിയാൽ ചിലർക്കതൊരു 2000 രൂപ വരെ ലാഭിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ നേട്ടമാണ്. അപ്പോൾ അതിൻ്റെ നേട്ടത്തെ നമ്മളങ്ങനെ കുറച്ച് കണ്ടുകൂടാ എന്നുള്ളതാണ്. ഇവിടുത്തെ സ്ത്രീ തൊഴിലാളികൾ, നമ്മളിപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തൊഴിലാളികളായിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങളെയാണ്. അത്തരം ആളുകളുടെ ശമ്പളം എന്താണ്, അവരെവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായ ഒരു ഘട്ടത്തിൽ നമ്മളിതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രം, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചില തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇത് UDF പ്രയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് കുറിക്കൊള്ളുന്നതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഈ വിഷയം ഇത് നടപ്പാക്കുമ്പോഴുള്ള സ്ത്രീകളുടെ പ്രതികരണങ്ങൾ നമ്മൾ എല്ലായിടത്തു നിന്നും തേടിയല്ലോ. ആ പ്രതികരണങ്ങൾ വരുമ്പോൾ അറിയാം എങ്ങനെയാണ് ഇത് സ്ത്രീകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ എല്ലാ സ്ഥലത്തും ആ വലിയ സ്വീകാര്യത ഇതിന് കിട്ടി. എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ സ്ഥിരമായി സ്വന്തം സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്തിരുന്ന ആളുകൾ അത് ഒഴിവാക്കിക്കൊണ്ട് പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ചു എന്നുള്ളത് അത് മറ്റൊരു നേട്ടമാണ്. കാരണം ഈ ഇന്ധനവില വർധനയും പൊള്യൂഷനും എല്ലാം ഒരളവോളം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായി തന്നെ ഇതിനെ വേറൊരു തരത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഇതിന് മോശം അല്ലെങ്കിൽ ഇതിൻ്റെ ദൂഷ്യവശങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ചാൽ നമ്മളിങ്ങനെ കിള്ളിപ്പെറുക്കി എടുത്തു നോക്കിയാൽ ചിലത് കണ്ടെത്താം. അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ സ്ത്രീകളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല, അവരുടെ നിരന്തരമായ പൊതു ഇടങ്ങളിലെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളല്ല. അതൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളതോ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ നമുക്ക് വിടാം. കാരണം നമ്മളിവിടെ സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് എത്ര തുക ചിലവാക്കുന്നു, അത്
ഫ്രീ ബീസ് എന്ന നിലയ്ക്ക് നമുക്ക് പരിഹസിച്ച് തള്ളാൻ കഴിയില്ല. ഒരു കാലത്ത് ഈ ഫ്രീ ബീസ് എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആളുകളൊക്കെ ഘട്ടം ഘട്ടമായി സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലേക്കൊക്കെ കൂടുതൽ കാര്യക്ഷമമായി എത്തി. മാത്രമല്ല ഇത്തരം സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലേക്ക് എത്തി എന്നുള്ളതൊക്കെയാണ് കാലം തെളിയിക്കുന്നത്. അപ്പോൾ ഒരേ സമയം ഇത് എല്ലായ്പ്പോഴും ഇടതുപക്ഷം തന്നെ നടപ്പാക്കിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷം പ്രഖ്യാപിച്ച ഇടതുപക്ഷമാണ് സാധാരണ സാമൂഹ്യ സുരക്ഷാ പരിപാടികളിലോ സ്ത്രീ ശാക്തീകരണ പരിപാടികളിലോ ഒക്കെ കൂടുതൽ കാര്യക്ഷമമായി ഒരു പ്രോ ആക്റ്റീവ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് പൊതുവെ കണ്ടുവരാറുള്ളതാണ്, പൊതുവെ വിലയിരുത്തപ്പെടാറുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി ഡി സതീശൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഇടതുപക്ഷം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കത് ഇതൊരു ഫ്രീ ബീസ് എന്നുള്ള ഒരു ആരോപണത്തിലേക്ക്, യഥാർത്ഥത്തിൽ ഒരു മാർക്കറ്റ് ഇക്കോണമിയെ മുൻനിർത്തിക്കൊണ്ട് ആ നിലയ്ക്ക് ഒരു ഗ്ലോബാലിറ്റിയെ പുൽകിക്കൊണ്ട് ആ രീതിയിൽ ഭരണം നടത്താൻ തീരുമാനിക്കുന്ന ഒരു സർക്കാരിന്, അല്ലെങ്കിൽ ഒരു വലതുപക്ഷ സർക്കാർ തന്നെയാണല്ലോ, അതിനകത്ത് ഇപ്പോൾ ഒരു ഇടതുപക്ഷം എന്ന് അവർ പറയുന്നെങ്കിലും ഒരു വലതുപക്ഷ സർക്കാർ സാധാരണ ചെയ്യുന്ന കാര്യമല്ല ഇതൊന്നും. പക്ഷേ ഇത് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ എന്നുള്ളത് ഈ പറയുന്ന വലതുപക്ഷ പാർട്ടികളെല്ലാം തിരിച്ചറിയുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് അവർ തിരിച്ചറിയുന്നുണ്ട്, അത് കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട്. കേരളത്തിൽ വളരെ പോസിറ്റീവ്, കാരണം വലിയ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്, സ്ത്രീകൾ കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതലുള്ള സംസ്ഥാനമാണ്. അപ്പോൾ അവരുടെ സാന്നിധ്യം അനുസരിച്ച് അവർക്ക് എല്ലായിടത്തും ഇടപെടാനുള്ള ഒരു സാധ്യത ഇതുകൊണ്ട് ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം.